കുടുംബത്തിൻ്റെ കഥയാണ് ശരിക്കും ഈ സബ്ജക്റ്റ്. അതിൽ ഭാര്യയായിട്ട് ദിവ്യാപിള്ളിയും ഹസ്ബൻഡായിട്ട് ധ്യാൻ ചേട്ടനുമാണ്. അപ്പം അവർ അഭിമുഖീകരിക്കുന്ന വിഷയം, അതിൻ്റെ സൊല്യൂഷൻ, അതൊക്കെയാണ് ഈ സബ്ജക്റ്റ് സംസാരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഈ കഴിഞ്ഞിടയിൽ തന്നെ മാധ്യമപ്രവർത്തകരെ നിങ്ങൾക്കറിയാം, ഒരുപാട് വിഷയങ്ങൾ കൊച്ചിയെ സംബന്ധിച്ച് മുന്നോട്ട് വന്നിട്ടുണ്ട്. ഈ പ്രശ്നങ്ങൾ തന്നെ അതിൽ പല പ്രശ്നം, ഇത് തന്നെ ഒരു പെൺകുട്ടിക്ക് നടന്നൊരു പ്രശ്നം. ആ പെൺകുട്ടി പറഞ്ഞിട്ടാണ് ഞാൻ ഈ പേജ് വഴി തന്നെ പോയത്. അപ്പോൾ അവിടെ നടക്കുന്ന ഒരു ബിസിനസ് കണ്ടപ്പോൾ ഞാൻ തന്നെ വളരെ ഇത് ഒരു സമൂഹം അറിയേണ്ട ഒരു വിഷയമാണ് എന്ന് എനിക്കതിന് മനസ്സിലായി. നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ചോദിക്കും. അജുമലേ ശരിക്കും പറഞ്ഞ നമ്മുടെ രാജമാണിക്യ സിനിമ പോലെ ഒരു പാതിരാത്രി ചെന്നിട്ട് ഈ ഒരു സിനിമയുടെ കഥ പറയാൻ വേണ്ടി ചെല്ലുകയാണ്. അപ്പം ചേട്ടൻ നല്ല ഉറക്കത്തിനാണ്. അപ്പം രാവിലെ സുരേഷനാണ് പറഞ്ഞത് രാവിലെ നമുക്ക് പോയി കാണാം. ഞാൻ ചെല്ലുമ്പം സ്ക്രിപ്റ്റ് ഓൾറെഡി അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം സുരേഷൻ, എൻ്റെ കൺട്രോളർ സുരേഷനാണ് അയച്ചു കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ രാവിലെ കഥ ഓക്കെ ആണോ എന്ന് അറിയണമല്ലോ. രാവിലെ 9 മണിയായപ്പോൾ കൂടി ചെന്നത്. അപ്പോൾ സുരേഷ് നമ്മുടെ ധ്യാൻ ചേട്ടൻ അവിടെ ഷട്ടിൽ ബാറ്റ് കളിച്ചിരിക്കുക തടി കുറയ്ക്കാൻ വേണ്ടിയിട്ട് വീട്ടില്. അപ്പം ഞാൻ ചെന്നപ്പോഴാണ് പുള്ളി വായിച്ചിട്ടൊന്നുമില്ല. 1 മണിക്കൂർ വെയിറ്റ് ചെയ്യുന്നു പറഞ്ഞ് ഞാനും സുരേഷ് ചേട്ടനും പിന്നെ എൻ്റെ ഒരു ജെറിയുണ്ട് ഷട്ടിൽ കളിച്ചിട്ടിരിക്കുന്നു. ഇല്ല, ഞാൻ സുരേഷിനും കൂടി വന്നത്. ആറ് കിട്ടിയ ഒരു സമയമായിരിക്കും. ആ സമയത്താണ് ധ്യാൻചേട്ടൻ പോയിട്ട് കഥ വായിച്ചിട്ട് കണ്ടന്റ് കൊള്ളാം, നമുക്ക് കുറച്ച് പണിയെടുത്താൽ പടം വർക്കാവും എന്നൊരു സംഭവം പറയുന്നത്. വളരെ നല്ല അഭിപ്രായം. അല്ല, ഇതൊരു അവയർനെസ്സും കൂടെ ആയി സിനിമ കൊണ്ട് അതിന്റെ പുറകെ പോവുകയും. അരുണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിലൊരു പേജിൽ ഏതൊരു കുട്ടിയുടെ ഫോട്ടോ കാണുകയും ആ ഫോട്ടോ കണ്ടതിന് ശേഷം അപ്പം ഇവര് ചോദിച്ചു ഈ കുട്ടി എന്താ അവൈലബിൾ ആണോ ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു ഇൻബോക്സിൽ വരാൻ പറഞ്ഞു. എനിക്കും ഇതൊക്കെ ഈ ലോക്ക്ഡ് ഗ്രൂപ്പ് ആയിരിക്കും അല്ലേ? ഇതിന്റെ മെമ്പർ ആവാൻ എന്തെങ്കിലും ടെസ്റ്റോ ക്വാളിഫിക്കേഷൻ അപ്രൂവലൊക്കെ വേണ്ട? ഇതുപോലത്തെ സാധനമൊക്കെ അപ്രൂവ് ചെയ്തോ? എനിക്കറിയില്ല. കാരണം ഇപ്പോഴും ഫേസ്ബുക്കിലൊക്കെ ആരും എനിക്ക് തോന്നുന്നു ഫേസ്ബുക്ക് ഒന്നും യൂസ് ചെയ്യാത്ത കാലമാണ്. ഫേസ്ബുക്ക് മാത്രമല്ല, ഉണ്ടല്ലേ, ടെലിഗ്രാം ഗ്രൂപ്പുകൾ, വാട്സപ്പ് ഗ്രൂപ്പുകൾ, നമ്മളിതെല്ലാം പടത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ ഗ്രൂപ്പിൽ ചെല്ലുകയും അപ്പം ഇൻബോക്സിൽ വരാൻ പറയും. ഇൻബോക്സിൽ ഈ ഗ്രൂപ്പിൽ കണ്ട ഒരു കുട്ടിയുടെ ഫോട്ടോ കണ്ടിട്ട് ചോദിച്ചു ഇങ്ങനെ കുട്ടി അവൈലബിൾ ആണോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അവൈലബിൾ ആണ്, 10,000 രൂപ, അതിൽ 5,000 രൂപ ഇപ്പം അഡ്വാൻസ് ചെയ്യണം. അല്ലല്ല, 5,000 രൂപ നേരിട്ടാണെന്ന് ചെയ്യാന്ന് പറയുന്നു. അങ്ങനെ ഇവിടെ എറണാകുളം നോർത്ത് ഓർഡർ പറയാൻ പറ്റില്ല ഒരു സ്ഥലത്ത് വരികയും അങ്ങനെ ഈ 5,000 രൂപ കൊടുക്കുകയും 5,000 അല്ല കൊടുക്കുകയും വിഷയം ശരിക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവരോടൊരു ഫ്രണ്ട്ഷിപ്പ് മൂഡ് പിടിച്ചാൽ മാത്രമേ നമുക്ക് അതിനെ കുറിച്ച് ബിസിനസിന്റെ ഒരു വ്യാപ്തി മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ പറ്റിക്കപ്പെടുകയും ആരെയും ഒന്നും നടക്കാതായപ്പോഴേക്കും പിന്നെ ഇവന്മാർക്കെതിരെ ആഞ്ഞടിക്കണം എന്ന് വെച്ചിട്ട് ഒരു സിനിമ ചെയ്യാൻ പുറപ്പെട്ട ആളാണ്. അപ്പൊ സ്വന്തം അനുഭവത്തിൽ നിന്ന് ഉണ്ടായിരുന്നു അല്ലേ? അതിന്റെ വിഷമമുണ്ട്, ഇപ്പോഴും ഉണ്ട് മുഖത്ത്. 5,000 രൂപ പോയതിന്റെ ഒരുപാട് വേദന അല്ലേ? ശരിക്കും അങ്ങനെ ഒരു ഗ്രൂപ്പില് അങ്ങനെയുള്ള ഗ്രൂപ്പിൽ മെമ്പേഴ്സ് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ഉണ്ടാവും, പറയാൻ കുറച്ച് നടിയുണ്ടാവുന്നു അല്ലെ? ഇതിപ്പോ ഇതൊക്കെ കലാകാലങ്ങളായിട്ടുള്ളതാണ്. ഇപ്പോൾ ഇത് സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം അല്ലെങ്കിൽ ഫേസ്ബുക്ക് അല്ലെങ്കിൽ പോലും ഇവിടെ എനിക്ക് തോന്നുന്നു
കൊച്ചിയിലൊക്കെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്നത് ശരിക്കും നടിമാരാണ്. അവരുടെ ഫോട്ടോസ് തന്നെയാണ് ഏറ്റവും കൂടുതൽ. പ്രത്യേകിച്ച് ഒരു ഭയങ്കര രസമാണ്. നമ്മുടെ കോളേജിലൊക്കെ പഠിക്കുന്ന പെൺകുട്ടികളുടെ ടൂർ പോകുന്നതിനൊക്കെ ഫോട്ടോ എടുത്ത് അതിന് ചിലപ്പോൾ പേരറിയില്ല. അപ്പം അവരെന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു പുതിയ പേരിടും പെൺകുട്ടിക്ക്. ഇപ്പം സെന്റ് തെരേസ് കോളേജിൽ പഠിക്കുന്ന മീനു എന്ന് പറഞ്ഞൊരു സ്റ്റോറി കുറെ റിസർച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ആരാധകരെ കൂട്ടുക എന്നുള്ളതാണ് അവരുടെ ഇത്. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് കാണാനും വായിക്കാനും ഒക്കെയാണെന്നാണ് വിചാരിക്കുക. പക്ഷെ നമ്മൾ ഇതിനകത്ത് നോക്കുമ്പോൾ ഇതിന്റെ കമന്റുകൾക്കെല്ലാം ഒരുവിധം മറുപടി കൊടുക്കുന്നുണ്ട്. മറുപടി എന്ന് പറയുമ്പോൾ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 4,000 തൊട്ട് 25 ലക്ഷം രൂപയുള്ള ബിസിനസ്സാണ് അവർ നമ്മളോട് സംസാരിക്കുക. നമ്മുടെ താല്പര്യം അത്രയും എന്താ പറയുക, അത്രയും വലിയ രീതിയിലുള്ള ഒരു പരിപാടിയാണ് കൊച്ചിയിൽ നടക്കുന്നത്. ബേസിക്കലി ഇതിനകത്ത് ഡീപ് ഫേക്കിങ്ങിനെ പറ്റിയിട്ടും ഇപ്പൊ ഫേസ് സ്വാപ്പിംഗ്, ഇപ്പൊ രശ്മികയുടെ ഒരു വീഡിയോ ഒക്കെ ഇറങ്ങിയല്ലോ, മറ്റേ ചെറിയൊരു AI വീഡിയോ, ഇതൊക്കെ. അപ്പം ഇനിയുള്ള കാലത്ത് ഈ പറയുന്ന പോലെ ഒരു നോർമൽ ഫോട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റയിലൊക്കെ ഇടുന്ന ഇവിടുത്തെ ഇൻസ്റ്റാ ഫോട്ടോ എടുത്തിട്ട് വരെ വേണമെങ്കിൽ അതിനെ ഫേസ് സ്വാപ്പ് ചെയ്തിട്ട് വേറെ രീതിയിലും ഒക്കെ മാറ്റാം. അപ്പം ഇതില് ദിവ്യ അങ്ങനെ ഒരു സാധനം എൻകൗണ്ടർ ചെയ്യുകയും പിന്നെ അങ്ങനെ ഒരു കോമണേഴ്സ് ആയിട്ടുള്ള നമ്മൾ അതിനെ എങ്ങനെ ടാക്കിൾ ചെയ്യുന്നു, ഓവർകം ചെയ്യുന്നതാണ് ബേസിക്കലി സിനിമയുടെ ഒരു ആകത്തുകയും ഒരു ക്രക്സും. സോ ആ ഒരു വിഷയമാണ് ഡിസ്കസ് ചെയ്യുന്നത്. മറ്റ് ജില്ലകളെ സംബന്ധിച്ച് കൊച്ചി കുറച്ചുകൂടെ സെക്സ് റാക്കറ്റ് ആക്റ്റീവ് ആയിട്ടൊരു ജില്ലയാണ് കരുതുന്നുണ്ടോ? നീ ആ ക്യാമറയുടെ പുറകിൽ വിളിച്ച് നിൽക്കുകയാണ്. മറ്റ് ജില്ലകളെക്കാളും കൂടുതൽ സെക്സ് റാക്കറ്റ് ആക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ കൂടുതൽ നടക്കുന്നത് കൊച്ചിയിലാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? പ്രശാന്ത് കിട്ടുന്നതിന് മറുപടി. ഞാൻ ഇത് എന്താ സംഭവം അറിയാൻ വേണ്ടിയിട്ടായി സിനിമയിൽ അഭിനയിച്ചത്. അതിൽ പറഞ്ഞു കേട്ടാൽ നിന്ന് ഇത് നിങ്ങളുടെ കഥയാണ്, നമ്മളുടെ കഥയാണ്. അങ്ങനെയൊന്നുമില്ല. ഈ സൈബർ വേൾഡ് എന്ന് പറയുന്നത് എല്ലായിടത്തും ഒരുപോലെ പരന്നു കിടക്കുന്നത് പോലെ തന്നെ എല്ലാ സ്ഥലങ്ങളിലും ഇതിൻ്റെ തോത് ഒരുപോലെ ആയിരിക്കണം. അതിന് അത് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടത് നിങ്ങളെപ്പോലുള്ള മാധ്യമ പ്രവർത്തകരും ഇവിടുത്തെ നിയമ പാലകരുമാണ്. പക്ഷെ ഇത് അറിയാത്തൊരു മേഖല ഇപ്പം അരുൺ പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്. നമ്മൾ വെറുതെ കണ്ട് വിട്ടുപോകുന്ന പല കാര്യങ്ങൾക്ക് പിന്നിലും വലിയൊരു ബിസിനസ് ഒളിഞ്ഞിരിപ്പുണ്ടെന്നുള്ളത്. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് ജനങ്ങൾ തിരിച്ചറിയുന്നത് നല്ലതാണ്. അപ്പം ഇതുപോലത്തെ ഒരു സിനിമ അതിന് പ്രയോജനപ്പെടട്ടെ. മലയാളത്തിൽ വളരെ ചുരുക്ക ചിത്രങ്ങളിലാണോ ഉള്ളത്, പക്ഷെ എപ്പോഴും ഒരു പാൻ സ്റ്റാർ ആയിട്ടാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഒരു മലയാളത്തിൽ ചിത്രം ചൂസ് ചെയ്യുമ്പോൾ ചെയ്യുന്ന കഥാപാത്രം അത്ര ഡെപ്ത് ഉണ്ടാവുമെന്ന് ചിന്തിക്കായിരിക്കും. ഇപ്പോൾ ഇതിനകത്തുള്ള ഐഡിയയുടെ കഥാപാത്രം എത്തോളം ഡെപ്ത് ഉണ്ട്? ഇത് ആ വിക്ടിം ഫേസ് ചെയ്യുന്നതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടുമൊക്കെ ആണ് ഈ സിനിമയിൽ എൻ്റെ ക്യാരക്ടറിൽ പോർട്രേ ചെയ്യണത്. അപ്പോൾ ഐ മീൻ ഇവനെ ഒരു വിക്ടിം ആവുമ്പോൾ അത് സമൂഹത്തിൽ അവരെ എത്രമാത്രം ബാധിക്കുന്നു, അവരുടെ ഫാമിലിയിൽ എത്രമാത്രം ബാധിക്കുന്നു. ഒരാൾക്ക് ചുമ്മാ ഒരു ഫോട്ടോ എടുത്തിട്ട് ഇങ്ങനെ അപ്ലോഡ് ചെയ്യാം, പക്ഷേ വാട്ട് ദാറ്റ് പേഴ്സൺ ഗോസ് ത്രൂ, അത് ദാറ്റ് എംബാരസ്മെൻറ്റ് ആൻഡ് എവറിത്തിങ്, അത് ഫേസ് ചെയ്യുന്ന ആൾക്കാർക്ക് അത് മനസ്സിലാവുള്ളൂ. സോ അതൊക്കെ ആ ഒരു സിനിമയിൽ ഈ ക്യാരക്ടർ കുറച്ച് ഡിഫറെൻ്റ് ആണെന്ന് തോന്നിയിട്ടാണ് ഞാൻ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് 2 വർഷം മുന്നെയാണ്. അപ്പോൾ ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് എല്ലാ സിനിമയിലും പോലെ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ ഓരോ ക്യാരക്ടർ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ വി ഹാവ് ഒരു ഹോപ്പൊക്കെ ഉണ്ടാവും. ലൈക്ക് ഓക്കെ ഇങ്ങനെ നമ്മൾ എത്ര 100% നമ്മൾ കൊടുക്കാൻ നോക്കും. സോ ലെറ്റ്സ് സീ. ഐ ഹോപ്പ് ഇപ്പോൾ നമ്മൾ ഇതൊരു സിനിമ ജസ്റ്റ് ഒരു മെസ്സേജ് പോലെയാണ്. അത് ആക്ച്വലി ഇത് ഒരു അവയർനെസ് പോലെ തന്നെയാണ്. ഹോപ്പ്ഫുള്ളി ദാറ്റ് വിൽ മേക്ക് എൻ ഇമ്പാക്ട്. ഈ പറയുന്നതെന്ന് ചോദിക്കുകയാണ്, ഇപ്പോൾ നോർമലി സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്ന സമയത്ത് തന്നെ ഓൺലൈൻ കമൻസുകൾ അല്ലെങ്കിൽ ഒരു ഫോട്ടോ ഇടുമ്പോൾ അതിൻ്റെ ഇടയിൽ വരുന്ന കമൻസുകളോ ചിലത് നല്ലതായിരിക്കും, ചിലത് പോസിറ്റീവ് ആവും, ചിലത് ഓവർ പ്രൊട്ടക്റ്റീവ് ആവും, ചിലപ്പോൾ വൾഗർ ആവാം. അങ്ങനത്തെ ഇത് എപ്പോഴും ഫേസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ ഇത് കൺട്രോൾ ചെയ്യാൻ ഒരു സിസ്റ്റം ഉണ്ടായിരിക്കണം എന്ന് തോന്നിയിട്ടുണ്ടോ? ഒരു മെഷർമെൻറ്റ് അതായത് ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ഒരു സ്ക്രീനിങ് ഉണ്ട്. ചില വേർഡ്സ് നമുക്ക് ഹൈഡ് ചെയ്യാം, നമുക്ക് ഇഷ്ടമില്ലാത്ത വേർഡ്സൊക്കെ നമുക്ക് വൾഗർ ആയിട്ടുള്ള ഐ തിങ്ക് നമുക്ക് അത് പ്രിഫറൻസസ് ഉണ്ട്. പക്ഷേ
അതും യു കാൺ ടു വാട്ട് ലെവൽ ക്യാൻ യു സ്റ്റോപ്പ് ഇറ്റ്, എത്രമാത്രം നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. സോ ചില സമയത്ത് അതുകൊണ്ടാണ് ചില സമയത്ത് ഞാൻ അധികം ആക്റ്റീവ് ആവാത്തതും. ലൈക്ക് വാട്ട്സ് എ പോയിന്റ്, യുനോ, ഓരോ ആൾക്കാർക്ക് കമൻറ്റ് ചെയ്യാനും ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത്. ഇറ്റ്സ് നോട്ട് നെസസറി. സോ ഇഷ്ടമുള്ളപ്പോൾ ചിലപ്പോൾ തോന്നുമ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യും. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. ചേട്ടാ, ഫ്രൈഡേ സ്റ്റാർ എന്നുള്ള പേര് അങ്ങനെ കീപ്പ് ചെയ്യാനുള്ള പരിപാടിയാണ്. ഏതാ ഫ്രൈഡേ സ്റ്റാർ ഏതാടാ ഫ്രൈഡേ സ്റ്റാർ എന്നുള്ള പേര് അങ്ങനെ തന്നെ കീപ്പ് ചെയ്യാനുള്ള പരിപാടിയാണോ? നല്ല പേരല്ലേ? എല്ലാ വെള്ളിയാഴ്ചയും ഒരു സിനിമ ഉണ്ടാകുന്ന വലിയ ഭാഗ്യമല്ലേടാ? പിന്നെ അല്ലേ? എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ കാണുന്നു, അതുപോലെ പ്രസ് മീറ്റ് അല്ലേ, നമ്മൾ തന്നെ എപ്പോഴും എത്ര തവണ കാണുന്നു, നീ ചോദ്യം ചോദിക്കുന്നു, ഇതൊക്കെ മിസ് ചെയ്യണോ? നിങ്ങളൊക്കെ മിസ് ചെയ്യും. ഞാൻ ചേട്ടാ, ഒരു സെറ്റ് പടങ്ങൾ വന്ന് തീരുന്നു എന്ന് പറയും. അപ്പം തീരാറായോ? ഞാൻ ചേട്ടൻ ഓൺ പ്രോജക്റ്റിലേക്ക് ഇറങ്ങാൻ സമയമായോ? തീരുന്നില്ല, ഒരുപാടുണ്ട്. കുറച്ചധികം ഉണ്ട്. തീരും, ഇന്നേക്കുറേ തീരും. അങ്ങനത്തെ ഇല്ല, പ്രഷർ കാത്തിരിക്കത്തില്ലേ? അല്ല, ഇനിയിപ്പം എനിക്കൊന്ന് ദിലീപേട്ടൻ്റെ പ്രിൻസ് ഉണ്ട്. ഇത് കഴിഞ്ഞിട്ട് പ്രിൻസ് എൻ്റെ ഫാമിലി, അതാണ് ഇനി അടുത്ത റിലീസ് ഉണ്ടാവുക എനിക്ക് തോന്നുന്നു. പിന്നെ ഇപ്പം തുടങ്ങാൻ സോഫിയ വീക്കെൻഡിൻ്റെ പടം ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ തുടങ്ങാനിരിക്കുന്നത്. അപ്പം അടുത്ത വർഷത്തേക്ക് ഇങ്ങനെ ഇപ്പം ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് പടങ്ങളുണ്ട്. ബബ്ബ കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ കുറച്ചധികം പടങ്ങളുണ്ട്. ഇനി വരാനിരിക്കുന്ന കോപ്പങ്ങൾ, അങ്ങനെ അപ്കേസ്, അങ്ങനെ കുറച്ചധികം പടങ്ങൾ ഉണ്ടാവും. എല്ലാ വെള്ളിയാഴ്ചയും ഉണ്ടാവും. ചേട്ടാ, ചെയ്തു വെച്ച പടങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ തോന്നിക്കുന്ന ഒരു പടമായിട്ടായിരുന്നു? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയില്ല. എന്നാലും കുറച്ച് പടങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു പടമായിട്ട് എടുത്ത് പറയാൻ പറ്റില്ലല്ലോ. അപ്പം ബാക്കിയുള്ള പടങ്ങളൊന്നും ഒന്നും പ്രതീക്ഷയില്ലെന്നിരിക്കില്ല. അങ്ങനെയല്ല, ബാക്കി അതൊക്കെ ഒരു ഫേറ്റ് അല്ലേ. സിനിമ അതിൻ്റെ സക്സസും ഫെയിലറും നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ലല്ലോ. എനിക്ക് അങ്ങനെ എന്താ പറയണ്ടേ, നമ്മൾ വിളിക്കുന്നു നമ്മൾ പോകുന്നു എന്ന് പറഞ്ഞ പോലെയുള്ള പടങ്ങളാണ്. ഇപ്പം ബബ്ബയിൽ ഞാൻ 8 ദിവസം ഉണ്ടായിരുന്നുള്ളൂ. ഷൂട്ടിംഗ് ഒക്കെ ഭയങ്കര രസമായിരുന്നു. പ്രിൻസും അതുപോലെ തന്നെയായിരുന്നു. ദിലീപേട്ടനോട് അല്ലെങ്കിൽ ഇപ്പം ഇമ്മീഡിയറ്റ് ചെയ്ത പടങ്ങൾ അതൊക്കെ നമ്മൾ കുറച്ച് മുന്നേ ഷൂട്ട് ചെയ്തു. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ചെയ്ത പടങ്ങൾ ഇതൊക്കെയാണ്. അതൊക്കെ തീർച്ചയായിട്ടും പ്രതീക്ഷയുള്ള സിനിമകൾ തന്നെയാണ്, വലിയ സിനിമകളാണ്. ഹോപ്പ്ഫുള്ളി നന്നായി വരുന്നതായിരിക്കും. ഞാൻ ചേട്ടാ, ഓരോ സിനിമകൾ ചെയ്യുമ്പോഴും പല കമന്റുകളൊക്കെ കാണുന്നുണ്ടാവുമല്ലോ. എപ്പോഴേലും പൊതുവെ നോക്കാറില്ല, എന്നാലും നോക്കാറൊക്കെ ഉണ്ട്. എപ്പോഴേലും തോന്നിയിട്ടുണ്ടോ കുമാർ എന്നെ തന്നെ ടാർഗറ്റ് ചെയ്യുകയാണോ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? അല്ലല്ല, അങ്ങനെ നമ്മള് പടം വരുന്നു, എന്നെ അങ്ങനെ വ്യക്തിഹത്യ ഒന്നും ചെയ്യാറ്. എന്നെ കൂടുതലായിട്ട് തന്നെ ബോംബ് സ്റ്റാർ, പടക്കം, അതൊക്കെയല്ലേ പറഞ്ഞു. പടം പൊട്ടുന്ന സമയത്ത് ആൾക്കാർ സ്വാഭാവികമായിട്ടും അങ്ങനെ പറയും. എന്നുവെച്ചാൽ നാളെ ഒരു പടം ഓടിക്കഴിഞ്ഞാൽ നല്ലതും പറയും. അപ്പൊ പിന്നെ നമ്മൾ അതിനെ മൈൻഡ് ചെയ്യേണ്ട കാര്യം. നാളെ നല്ല ഭാഗം വരൂല എന്നല്ലല്ലോ, എപ്പോഴെങ്കിലും ഒക്കെ വരുമല്ലോ. പിന്നെ അപ്പൊ ധ്യാൻ നടനെ മറ്റുള്ള നടന്മാരിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമാക്കുന്നത് ധ്യാനിന്റെ സംസാരിക്കുന്ന ശൈലിയാവും. ഉള്ള പോലെ പറയും, ബാക്കി വരുന്നത് വെച്ച് കാണട്ടെ എന്നുള്ള മൈൻഡാണ്. ഒരു പടം ഇറങ്ങുമ്പോൾ പ്രേക്ഷകരോട് കൃത്യമായിട്ട് പറയും, ഈ പടം നിങ്ങൾ കാണണ്ടയോ എന്ന് കൃത്യമായിട്ട് പറയാറുള്ള ഒരു നടനാണ്. ഐഡിയ എന്ന ചിത്രം പ്രേക്ഷകർ എങ്ങനെയാണ്? ഞാൻ കൃത്യമായിട്ട് കാണണ്ടേ നല്ലത് ഞാൻ പറയാറില്ല. എന്നാലും ഒരു ക്ലൂ കൊടുക്കാറുണ്ട്. ക്ലൂ ചിലതൊക്കെ ക്ലൂ കിട്ടും ആൾക്കാർക്ക്. കുറച്ച് ബുദ്ധിയുള്ള ആൾക്കാർക്ക്, കുറച്ച് മനസ്സിലാവുന്ന ആൾക്കാർക്ക്, എന്നെ അടുത്തറിയാവുന്ന കുറച്ച് ആൾക്കാർക്കും ചില ഇതിൽ തന്നെ നമ്മുടെ കുറെ സുഹൃത്തുക്കളുണ്ട് അറിയാലോ. അപ്പൊ അവർക്കൊക്കെ മനസ്സിലാവും. പിന്നെ അവർ കുറച്ച് പേരൊക്കെ എൻ്റെ അടുത്ത് നിങ്ങളെ കൂട്ടത്തിൽ തന്നെ പേഴ്സണൽ ബന്ധമുള്ള കുറച്ച് പേരൊക്കെ അവരൊക്കെ എന്നോട് ചോദിക്കും. അവരോടൊക്കെ ഞാൻ പേഴ്സണലി പറയും. അതിൽ ഞാൻ നിന്നോടും പല കാര്യങ്ങളും പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ മാറിയിരിക്കുമ്പോൾ പറയാം. അപ്പം എല്ലാ കഥാപാത്രങ്ങളും ചെയ്യുമ്പോഴും ഒന്നുകൂടെ വ്യത്യസ്തമാകാൻ ശ്രമിക്കാറുണ്ട്. അപ്പം സ്ഥിരം അമ്മ കഥാപാത്രങ്ങൾ ഒരു പേരുണ്ടായിരുന്നു, ഒന്ന് മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. അല്ല, ചെയ്ത ഒരു കഥാപാത്രം ലാസ്റ്റ് ചെയ്തത് ജഡ്ജിയായിട്ടായിരുന്നു. അപ്പൊ ഇതിലെ കഥാപാത്രം എങ്ങനെയാണ്? വിശ്വാസം വരുന്നില്ല. ഞാൻ
ആണോ? അല്ല, അറിഞ്ഞു കൊടുത്ത റോളാണ്. എങ്ങനെയായിരുന്നു? പിന്നെ എന്താ ചോദിച്ചു? ഈ സിനിമയിലെ കഥാപാത്രം അത് തന്നെ എന്നോട് ഈ കഥാപാത്രം അടുക്കള അത്രേ ഉള്ളൂ. അല്ല, എപ്പോഴും നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് എനിക്ക് വേറൊരു കഥാപാത്രം ചെയ്യാൻ താല്പര്യമുണ്ട്. ഇന്ന് ഈ അടുക്കള പുറത്തല്ല അമ്മ കഥാപാത്രം. ഇത് നീ കഴിഞ്ഞ ഇന്റർവ്യൂവിൽ ഇതേ ചോദിച്ചു. ഇന്റർവ്യൂവില്ല, പ്രസ് മീറ്റ് അതാണ്. അതായത് സ്ഥിരം കഥാപാത്രം പോലെ അമ്മ കഥാപാത്രം അടുക്കള പുറത്ത് മാത്രം നിൽക്കുന്ന കഥാപാത്രങ്ങളല്ലാതെ എനിക്ക് വേറെ. അല്ല, നീ അതെന്നോട് പറഞ്ഞേ ചേച്ചി ഇങ്ങനെ ചെയ്താൽ മതിയോ, കഥാപാത്രം മാറ്റി ചെയ്യേണ്ടത് ആഗ്രഹമുണ്ട് കിട്ടണ്ടേ. നമുക്ക് ഡിമാൻഡ് ഇടാനൊന്നും പറ്റത്തില്ല. നമ്മൾ തുടക്കത്തിൽ നമുക്ക് കിട്ടുന്ന കഥാപാത്രത്തിൽ എന്തെങ്കിലുമൊക്കെ വ്യത്യസ്തത കൊണ്ടുവരാൻ നോക്കുക. ഞാൻ ഇപ്പൊ കുറച്ച് മുമ്പ് ഇന്റർവ്യൂ പറഞ്ഞു എനിക്ക് വില്ലൻ വേഷമൊക്കെ കിട്ടും, പക്ഷെ നമുക്ക് ഈ അടുക്കളയിൽ ചോറിനകത്ത് വിഷം ഒഴിച്ച് അതായിരിക്കും എൻ്റെ വില്ലൻ വരാൻ പോകുന്നത്. അങ്ങനെയൊക്കെ വരാൻ ചാൻസ് ഉള്ളൂ എന്ന് പറഞ്ഞായിരുന്നു. പിന്നെ നിങ്ങൾ മുമ്പ് ചോദിച്ചതിന് ഓരോരുത്തരാന ഈ മീഡിയ ഇതില്ലേ, നിങ്ങളിടുന്ന ക്യാപ്ഷൻ ഒന്ന് വൃത്തിയാക്കുവാണെങ്കിൽ ഞങ്ങൾക്ക് കിട്ടുന്ന തെറിയും കുറയും, വീട്ടിലിരിക്കുന്നവരുടെ തുമ്മലും കുറയും. ക്യാപ്ഷനൊക്കെ ഒന്ന് വൃത്തിയാക്കി അത് നിങ്ങൾ എല്ലാവരും കിട്ടിയ സമയത്താണെന്ന് പറയാം. ഉണ്ട് ഇച്ചിരി ക്യാപ്ഷൻ അത് നോക്കിയിട്ട് കാണാതെ തെറിവിടും. അവരുടെ എന്നാലല്ലേ ആൾക്കാർ കാണത്തില്ല. നമ്മളങ്ങനെ ഞാൻ ഇതേ ചോദ്യമാണ്, ഞാനും അങ്ങനെയൊക്കെ തമ്മിലുണ്ട്. കേട്ടോ ഇച്ചിരിയൊക്കെ പറ. പ്രശാന്തിനോട് ചേട്ടാ ഈ സിനിമയിലെ കഥാപാത്രം കുറച്ച് വില്ലനാണോ? അതെ, ഇതിലും വില്ലൻ തന്നെയാണ്. അല്ല, വില്ലനല്ല, വില്ലനായി പോകുന്നതാണ് ഓരോ ക്യാരക്ടേഴ്സ് വരുമ്പോഴത്തേക്ക്. ഫൈനലി ചേച്ചി പറഞ്ഞ പോലെ തന്നെ എനിക്ക് കിട്ടുന്ന ക്യാരക്ടേഴ്സ് ചോദിച്ചു മേടിക്കാൻ പറ്റില്ലല്ലോ. നമുക്ക് വരുന്ന എന്താണോ അത് ചെയ്യാന്നുള്ളതാണ് എൻ്റെ ഉത്തരവാദിത്വം. അപ്പൊ ഇതിനകത്തും സാഹചര്യം കാരണം ഒരു ആന്റി വില്ലൻ പോലെ, ആന്റി ഹീറോ പോലത്തെ ഒരു ഐറ്റത്തിലാണ് വന്നിരിക്കുന്നത്. എനിക്കറിയാം അതെന്തുകൊണ്ടായിരിക്കും നിനക്കെന്താ തോന്നുന്നത്? അല്ല, അതൊക്കെ നിങ്ങളൊരു ചർച്ചയാക്കിക്കൂടെ? അത് നിങ്ങളൊക്കെ മീഡിയയിൽ നിൽക്കുമ്പോൾ നിങ്ങളൊക്കെ ചർച്ചയാക്കി കഴിഞ്ഞാൽ ഇതൊക്കെ നിങ്ങളും പ്രതികരിച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ പിന്നെയും അവർക്കെതിരെയൊക്കെ വരും ഇല്ലേ? ഞാൻ ചോദിക്കുന്ന വെച്ചാ ചേട്ടൻ അവർക്കെതിരെ കേസ് കൊടുത്തു? അല്ല, അതിപ്പോ എന്തായാലും അത് എന്റെ ഇപ്പൊ നിവിന്റെ ഇതായതുകൊണ്ട് തന്നെ കുറച്ച് സമയം എടുത്തല്ലോ, ഗ്യാപ്പ് വന്നല്ലോ. അതിനുശേഷം ഇപ്പം ക്ലീൻ ചിറ്റ് കൊടുത്തത് കുറച്ച് കഴിഞ്ഞിട്ടല്ലേ. എനിക്കൊന്നും അവർക്കെതിരെ തീർച്ചയായിട്ടും ഒരു കൗണ്ടർ ചെയ്തിട്ടുണ്ടാവുമല്ലോ. അപ്പോ എനിക്ക് അതിനെപ്പറ്റി അറിയില്ല. ഒന്ന് സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു സംഭവം, ഒരു ഫേക്ക് ആയിട്ടുള്ള എലിഗേഷൻ പറയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും കൗണ്ടർ അല്ലെങ്കിൽ അവർക്കെതിരെ കേസ് കൊടുക്കേണ്ടതാണ്. അത് പുള്ളി അത് കൊടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ എന്താണ് അതിന്റെ സ്റ്റേറ്റസ് എന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു അറിയുള്ളൂ. എനിക്കറിയില്ല. ഞാൻ ഈ വിഷയത്തിനെ കുറിച്ച് ഞാൻ സമയത്ത് ഞാൻ സംസാരിച്ചിട്ടില്ല. ഞങ്ങൾ ഈ സംഭവം ഉണ്ടായപ്പോൾ ഞാൻ പുള്ളിയുടെ അടുത്ത് ഞങ്ങൾ സംസാരിച്ചു. അല്ല, അത് പുള്ളിയുടെ അടുത്ത് ചോദിക്കണം. പുള്ളി നിങ്ങൾ അടുത്ത ഏതെങ്കിലും ഒരു പ്രസിഡന്റ് ഒക്കെ വരുമ്പോൾ നിങ്ങൾ ഡയറക്റ്റ് പുള്ളിയുടെ അടുത്ത് തന്നെ ചോദിക്കുന്നതായിരിക്കും. എനിക്ക് അതിനെ കുറിച്ച് അറിയില്ല. രണ്ടെന്താ തോന്നുന്നേ? ഒരു പരിധി വരെ ഇല്ലാതാവുന്നതാണോ തോന്നുന്നത്? ആയിക്കോട്ടെ. ഇപ്പൊ തന്നെ ബസ് സ്റ്റാൻഡുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ, ഇപ്പൊ പാലത്തിന്റെ മുകളിലും പാലത്തിന്റെ അടിയിൽ അങ്ങനെയൊക്കെ നമ്മള് പല പല ലേഡീസ് പോകുമ്പോൾ സുരക്ഷിതരല്ലാവരും നമുക്ക് തോന്നുന്നു. അപ്പൊ ആളുകൾ പണ്ടേ മുതൽ തന്നെ ഇതുപോലെ ചിന്താഗതിയുണ്ട്. ഇപ്പോൾ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒറ്റയ്ക്ക് നിൽക്കുന്ന ലേഡി അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന ലേഡി
അവരൊക്കെ നിൽക്കുന്നത് സെക്സ് കേസ് ആണോ അല്ലയോ എന്നുള്ളവർക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ ശരിക്കും പറയുന്ന സ്ഥാപനങ്ങളുണ്ടെങ്കിൽ ശരിക്കും ഇത് കുറയില്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. കുറയില്ലേ, അതിപ്പോൾ അത് ഭയങ്കര ഹൈപ്പോത്തറ്റിക്കലായിട്ടുള്ള സാധനമല്ലേ. കുറയുമോ കൂടുമോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഒന്ന് നമ്മുടെ വ്യവസ്ഥിതിയിൽ അങ്ങനെ ഒരു സാധനം ഇത്തരത്തിൽ അലോ ചെയ്യുന്നില്ലല്ലോ. ഒന്ന് ഇപ്പോൾ റെഡ് സ്ട്രീറ്റ് പോലും അത് ലീഗലായിട്ട് ഈ ഫംഗ്ഷൻ ചെയ്ത ഓപ്പറേഷനായിട്ട് ഇപ്പോൾ കൊൽക്കത്തയിലുണ്ട് ഇതേ സെയിം സാധനം. അതായത് കമഞ്ചി എന്ന സാധനം അല്ലേ, റെഡ് സ്ട്രീറ്റ് ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞ ചില രാജ്യങ്ങളിൽ ഇപ്പം ആംസ്റ്റർഡാമിൽ ലീഗലാണ്, സെക്സ് ടൂറിസം ഉണ്ട് അവിടെ, തായ്ലൻഡിൽ സെക്സ് ടൂറിസം ഉണ്ട്. ചില രാജ്യങ്ങളിൽ അതുണ്ട്, അവരതിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥയിൽ അങ്ങനെ ഒരു സാധനം അത് മോറലായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇത് കുറയുമോ അല്ലെങ്കിൽ ഇതൊരു ഡിസ്കഷനാക്കി വെച്ചിട്ട് നമ്മൾ ഇടക്കാലത്ത് മറ്റേ കഞ്ചാവ് ലീഗലൈസ് ചെയ്യണം. കഞ്ചാവ് ഏകദേശം 40ഓളം രാജ്യങ്ങളിൽ ലീഗലൈസ് ചെയ്ത് റിക്രിയേഷൻ ഡ്രഗായിട്ട് കാണുന്നത്. അതിന് ഡിപ്രഷൻ അടക്കം പ്രിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ മരുന്നായിട്ട് പോലും സജസ്റ്റ് ചെയ്തിരുന്ന ഗഞ്ച. അപ്പോൾ മരുവാന, മെഡിക്കൽ മരുവാന എന്ന് പറഞ്ഞിട്ട് ഇതിനെ വിളിക്കുന്നു. അപ്പം ഇത് കൂടുമോ കുറയോ എന്ന് പറയുമ്പോൾ നമുക്കതിനെ ഇപ്പോഴുള്ള അവസ്ഥയിൽ നമുക്കത് കൂടുമോ കുറയോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഇവിടുത്തെ സിസ്റ്റം അതിനെ അനുവദിക്കാത്തടത്തോളം ലീഗലായിട്ടും നമുക്കതിനെ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യാനുള്ള വകുപ്പൊന്നുമില്ല അല്ലേ. ഏതാ അത് കൂടില്ലേന്നല്ലേ ഒന്നും പറയാൻ പറ്റില്ല. നീ പറഞ്ഞാൽ അങ്ങനെ ആയിട്ടുള്ള പ്രോബിലിറ്റി അല്ലേ. ചിലപ്പോൾ കൂടുമായിരിക്കും, ചിലപ്പോൾ എല്ലാവരും അവിടെ പോയിരുന്നു കഴിഞ്ഞാൽ എല്ലാ വീട്ടിലും പിന്നെ ഫാമിലിയിൽ നിന്നും വീട്ടുകാർ നമ്മുടെ നാട്ടുകാർ മൊത്തം പിന്നെ അവിടെ ആയിരിക്കും. പിന്നെ കുടുംബത്തിലോട്ടൊന്നും പോകില്ല, അതാ പ്രശ്നം. അതിനേക്കാളും നല്ല എനിക്ക് തോന്നുന്നു ഇവിടുന്ന് ഒരു 3 മണിക്കൂറേ ഉള്ളൂ തായ്ലൻഡൊക്കെ. ടിക്കറ്റ് എടുത്തിട്ട് അങ്ങോട്ട് പോകുന്നതായിരിക്കും. ഞാൻ ഇവരെ കാണാൻ വേണ്ടി വന്നതാണ്. ധ്യാനിന്റെ ഏറ്റവും പുതിയ സിനിമയാണ് ID. എല്ലാവരും സപ്പോർട്ടും ഉണ്ടായിരിക്കണം. ഒരുപാട് സന്തോഷത്തോടെ വരാൻ പറ്റിയതിൽ. നമ്മുടെ സുഹൃത്തുക്കളാണ് ഈ സിനിമയുടെ പ്രൊഡ്യൂസർ, നമ്മുടെ സുഹൃത്താണ്. ആൻഡ് നമുക്ക് ഒരുപാട് വേണ്ടപ്പെട്ട ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെ വെറുതെ ഒന്ന് പാളിയിൽ വഴി വന്നാണ്. നിങ്ങൾ വളരെയധികം ചോദ്യങ്ങൾ ചോദിച്ച് ധ്യാനിനെ എനിക്കൊന്ന് മലയാള സിനിമയുടെ എല്ലാ പ്രശ്നങ്ങളും പോയി ചർച്ച ചെയ്ത് കഴിഞ്ഞു തോന്നുന്നില്ല. ഒരുവിധം അത്യാവശ്യ പ്രശ്നങ്ങളെ പറ്റി കഴിഞ്ഞു തോന്നുന്നു. 1000 ബേബീസ് കണ്ട് സ്വീകരിച്ച എല്ലാവർക്കും നന്ദി, താങ്ക് യു. എനിക്ക് ഇങ്ങനെ ഇവിടെ വീണ്ടും വർത്താനം പറയാനൊരു അവസരം തന്നതിന് വളരെ നന്ദി. നിങ്ങളുടെ പ്രൊമോഷൻ ഗംഭീരമായിട്ട് നടക്കും. അതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റ് അത് ഒക്ടോബറിൽ ഷൂട്ട് തുടങ്ങേണ്ടതായിരുന്നു. അത് ജോർജിയയിലായിരുന്നു ഷൂട്ട്. അപ്പോൾ അവർക്ക് കുറച്ച് പേർക്ക് അത് വിസ പ്രോസസ്സും പരിപാടിയൊക്കെയായിട്ട് അത് ഷൂട്ട് തുടങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് അതിപ്പം മാർച്ചിലേക്ക് അത് പോസ്റ്റ്പോൺ ചെയ്തു. അല്ലല്ല, പ്രണവല്ല. ഏതാ പ്രണവല്ല, അത് ഒഫീഷ്യലായിട്ട് അവർ അനൗൺസ് ചെയ്യുമല്ലോ. പിന്നെ ഞാനത് പറഞ്ഞു കഴിഞ്ഞിട്ട് വീണ്ടും ഒരു പ്രശ്നം ഉണ്ടാവും. ഏതാ ഞാനല്ല ഏതാ ഇല്ല ഞാൻ ഉണ്ടാവും തോന്നുന്നുണ്ടോ? ഇല്ല. ഓക്കെ, ലാസ്റ്റ് 2 ക്വസ്റ്റ്യൻസ്. നമുക്ക് ഇന്റർവ്യൂസ് ഇനി ബാക്കി കുറച്ച് പെൻഡിങ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ലാസ്റ്റ് 2 ക്വസ്റ്റ്യൻസ് ഈ വൈൻഡ് അപ്പ്. ഒരിക്കലല്ല. എല്ലാ ആഴ്ച സിനിമ ഇറങ്ങിയിട്ട്
ആ ഞാൻ പറഞ്ഞിരുന്നല്ലോ, ആരുടെ വിഷ്ണുവിൻ്റെ അടുത്ത്. അത് പറഞ്ഞില്ല, അത് ഭയങ്കര വലുതല്ലേ നിനക്ക് തന്നെ. ഇങ്ങനെയുള്ളത് ചോദിക്കണേ. അതാ അത് ഞാൻ പറഞ്ഞ, അത് വലിയ സിനിമയല്ലേ, ഇപ്പൊ ചെയ്ത് തീർക്കാനും അഭിനയിച്ച് തീർക്കാനുള്ള കുറെ സിനിമയുണ്ട്. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് പതുക്കെ മതിയടാ. നിനക്ക് അത്യാവശ്യം എന്തെങ്കിലും കൂടി ഇതുണ്ടാ കാണാൻ എത്ര കൊതിയ. ഓ എന്റെ നാശം കണ്ടിട്ടേ അടങ്ങുള്ളൂ. എടാ ഇപ്പോൾ ഉള്ള അവസ്ഥയിൽ ഞാൻ അതും കൂടെ ചെയ്ത് കഴിഞ്ഞ് ഞാൻ എന്റെ ആലോചിച്ചു കൊല്ലൂല്ലേ ഇത്തരെല്ലാരും കൂടെ നിങ്ങളടക്കം അല്ലേ. അതായിട്ട് ഓടിയില്ലെന്ന് വിചാരിക്കുക, തീർന്നില്ല ഞാൻ. ഇപ്പൊ അങ്ങനെയൊക്കെ പോട്ടെ. നിനക്ക് ശരിക്കും എന്നോട് സ്നേഹമുണ്ടോ? ഉണ്ടോ? ഇനി ചോദിക്കരുത്. ഈ വർഷം ഏതാ അടികപ്പേര് 2 അടുത്ത വർഷം. ഇതിങ്ങനെ ചർച്ച ഡിസ്കഷൻ ഞാൻ പറഞ്ഞായിരുന്നു. അത് കഴിഞ്ഞ ഇതിന്റെ മുന്നത്തെ എവിടെയോ കപ്പേര് 2 ഉണ്ടാവും, തിര 2 ഉണ്ടാവും. ഇത് എപ്പോഴുണ്ടാവും മാത്രം ചോദിക്കരുത്, എന്തായാലും ഉണ്ടാവും. രണ്ടും പ്ലാനിങ്ങിലുണ്ട്. തിര 2 എന്തായാലും ഉണ്ടാവും. തിര 2 സംവിധാനം ചെയ്യാൻ പ്ലാനുണ്ടോ? തിര തിര 2 ചിലപ്പോൾ ഞാൻ സംവിധാനം ചെയ്യും. ഇല്ല, തിര 2ന്റെ ഓൾമോസ്റ്റ് ഒരു പരിപാടി ഇങ്ങനെ ആയി വന്നിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഒരു ചെറിയൊരു ഐഡിയ. ഏതില് അതിന് അത് ആ സമയമാവട്ടടാ. അപ്പൊ കുറക്കൂലേ അല്ലേ? കുറക്കൂ. പ്രമോദ് തള്ളിക്കോ. എക്സ്പീരിയൻസും അല്ല, ഞാൻ വിചാരിച്ചേ ഒരു പ്രസ് മീറ്റ് നടക്കുമ്പോൾ 8 പേരിൽ കുറയാതെ വേണമെന്ന് ഇവരോട് പറഞ്ഞതുകൊണ്ട് എന്നെ എണ്ണം തയ്ക്കാനെങ്കിൽ അനുസരിച്ചിരിക്കാമെന്ന് ഞാൻ ആദ്യം കരുതി. പിന്നെ ഞാൻ നമ്മുടെ നാട്ടിലേക്ക് തേങ്ങ ഇടാൻ വരുമ്പോഴേ തേങ്ങ ഇട്ട് കഴിയുമ്പോൾ 500 തേങ്ങ എണ്ണി മാറ്റിക്കൊണ്ട് തിരികട പോകാനായിട്ട് ഇട്ട് കൊടുക്കും. അങ്ങനെ ഇടാൻ വെച്ചിരിക്കാമെന്നാണ് ഞാൻ ആദ്യം കരുതി. അതുകൊണ്ട് ഇവരോട് പറഞ്ഞു. വളരെ സന്തോഷം. അപ്പൊ 5-ാം സ്ഥലത്ത് ക്ലിയർ ചെയ്തത് വളരെ സന്തോഷം. ഇതിനകത്ത് ഒരു നല്ല സീൻ ഇങ്ങനെ ഒന്നിച്ച് അഭിനയിക്കാൻ പറ്റി, വലിയ സന്തോഷം. എന്താ പറയുന്നത്, ഈ സിനിമ ഒരു നല്ല സിനിമയായിരിക്കാം. ഉറപ്പായിട്ടും നമുക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ 2 മണിക്കൂർ ഇതിനു വേണ്ടി മാറ്റി വെക്കുന്നു. ഒരു നല്ല സിനിമ. അത് നമുക്ക് ഇങ്ങനെ അല്ലെങ്കിൽ മുന്നോട്ടുള്ള കാലത്തിൽ ഈ സിനിമയിലൂടെ നമുക്ക് ഇതിനെതിരെ ഇങ്ങനെ ഞങ്ങൾ പ്രതികരിച്ചു എന്ന് പറയുന്ന ഒരു കൂട്ടത്തിൽ ഞാനോട് ചേർന്ന് നിൽക്കുന്നു പറയാം. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും സന്തോഷം. മുന്നോട്ടൊപ്പം ഉണ്ടാകും കേട്ടോ. ഞങ്ങൾ ഇത്രയും പേരും കുറേ സംസാരിക്കുക. നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ എഴുതുമ്പോൾ ഭയങ്കരമായിട്ട് തകർത്തെഴുതുമല്ലോ. ചോദ്യം ചോദിക്കാതൊന്നും ഇല്ല. ഇത്രയും പേര് 3-4 പേരെ ചോദിക്കും. ബാക്കിയുള്ളവരൊക്കെ എന്നെ എടുക്കാൻ പോയിരിക്കും. ചോദിക്കുക, ആവശ്യമില്ലാത്തൊക്കെ ചോദിക്കും. അപ്പോൾ ആവശ്യമില്ലാത്തൊക്കെ പറയും. സന്തോഷം. സിനിമ എല്ലാവരും പോയി കാണുക, വിജയിപ്പിക്കും. Okay, thank you everyone. All the best for ഡിസംബറിലുണ്ട്.